ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോയതിൻ്റെ ഒരു വ്ളോഗാണ്. അതായത് പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഷോപ്പിങ്ങിന് പോയതാണ്. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് 29 നോമ്പല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ ആദ്യം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കൊന്ന് പോയി. അപ്പം നാട്ടിൽ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അക്വാപ്പാനും കാണാൻ പറ്റി. അവിടെ പോയി ഓരോന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോണത്. ഇപ്പാക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പാക്ക് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഷാൾ എടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്ന കരുതിയത് എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് പെട്ടെന്ന്. പക്ഷേ എത്താത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കേട്ടോ നോമ്പ് തുറന്നത്. പുറത്തുനിന്ന് നോമ്പ് തുറന്ന് അതിന് ശേഷം ഞങ്ങൾ ജാംജൂമുക്ക് പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ വീഡിയോ കണ്ടോക്കി. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പെരിന്തൽമണ്ണ ഫാമിലിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അത് ഞാനും റിയാനും പോവാണ്. എന്നിട്ട് പിന്നെ ഉമ്മയും ഇപ്പയും മോനും കൂടെ വരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ ഓരോ കാത്തിക്കുന്നു കേട്ടോ. അങ്ങനെ ഒരു വന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുക കേട്ടോ ചെയ്തത്. അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളായതുകൊണ്ടായിരിക്കാം മേ ബി നല്ല തിരക്കുണ്ടായിരുന്നു. ഉള്ളിലാണെങ്കിലും വേറെ പുറത്താണെങ്കിലും റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോൾ അങ്ങാടിപ്പുറത്തും കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ വന്നതിന് ശേഷം ബൈപ്പാസിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ട് ഉപ്പാക്ക് ഡ്രസ്സ് എടുക്കാൻ കുറച്ചധികം നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പാക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുക്കാനുള്ള ടൈം ഉണ്ടാവുമല്ലോ, അതായത് ഗേൾസിന് എടുക്കാനുള്ള ടൈമില്ല. അതിലേറെ ഇപ്പാക്ക് ടൈം എടുത്തോ എന്നൊരു ഡൗട്ട് കേട്ടോ. ഇന്ന് ഡ്രസ്സ് എടുക്കാൻ കുറേ നേരം നിന്നിക്കണം. ഇപ്പാക്കൊന്നും കണ്ണ് പിടിക്കണ്ടായിരുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഷാൾ എടുക്കാൻ പോയിട്ടോ. എന്നാലും ഓരോതാകുമ്പോൾക്ക് എനിക്ക് ഷാൾ എടുത്ത് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാനും റിയാനും കൂടെ ഷാൾ എടുക്കാൻ പോയി. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഇപ്പാൻ്റെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനിയും പാൻറ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ സോഫയിൽ ഇരിക്കുക കേട്ടോ ചെയ്തിരുന്നത്. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഞാനും റിയാനും കൂടെ ബേക്കറിക്ക് പോവാട്ടോ ചെയ്തത്. ഓർഡർ ചെയ്തിരിക്കാമെന്ന് കരുതിയിട്ട് എന്നാൽ ഇവർ ബില്ല് ചെയ്ത് വരുമ്പോൾക്ക് സാധനം എത്തിക്കോളുമല്ലോ, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും റിയാനും മോനിൻ്റെ കൂടെ പോയിട്ട് ബേക്കറിയിൽ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. ഇവരെങ്ങനെ കാത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് നമ്മൾ ലൈമും വെള്ളമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് കൊടുക്കാൻ ആകെ 5 മിനിറ്റോ അങ്ങനെ എത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും കറക്റ്റായിട്ട് ഇവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് നോമ്പൊക്കെ തുറന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് അവിടെ നിന്ന് പോകുന്നു. ഞങ്ങൾ ലൈം ജ്യൂസും പിന്നെ ഗ്രേപ്പിൻ്റെ ജ്യൂസും ഷവർമ്മയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉമ്മ സാൻഡ്വിച്ച് ആട്ടോ വാങ്ങി. ഉമ്മക്ക് ഷവർമ്മ അത്ര ഇഷ്ടമല്ല. പിന്നെ റിയാനിക്ക് ഷൂ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടുത്തെ ഒരു ഷൂവിൻ്റെ കടയിൽ കയറി. പേരെന്താ ഷൂസോന്നോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് റിയാനിക്കൊരു ഷൂ എടുത്തു കേട്ടോ. മോനും ഇവിടെ വന്നിട്ടാണ് ഷൂ എടുത്തിട്ടുണ്ടായിരുന്നത്, ആദ്യം കസിൻ്റെ കൂടെ വന്നിട്ട്. അപ്പോൾ റിയാനിക്കും ഇവിടെ നിന്ന് തന്നെ ഷൂ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കയറിയിട്ട് എടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ നേരെ ജാംജൂമുക്ക് വിട്ടു. ജാംജൂമ് പോയിട്ട് പിന്നെ കുറച്ചധികം സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നെങ്കിലും എനിക്കൊന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ ജാംജൂമിൽ എത്തിയ പാടെ എൻ്റെ കസിൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മായിൻ്റെ കുട്ടികളാണ്.
അപ്പോൾ അമ്മായി ഓരൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വന്നിക്കുകയാണ്, അങ്ങനെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ജാം ജുമുക്ക് വന്നാലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ കസിൻസിനെ ആണെങ്കിലും കുടുംബക്കാരെ അയൽവാസികൾ അങ്ങനെ പലരും അവിടെ നിന്ന് കാണാം കേട്ടോ. അങ്ങനെ കുറേ പേര് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണും ചെയ്തിട്ട്, എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, അങ്ങനെ കുറേ പേര് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണും ചെയ്തു. അതാട്ടോ എൻ്റെ അമ്മായിയും അപ്പൂസും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അമ്മായിൻ്റെ മകളി മരിയോളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഒരു വേറെന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അങ്ങനെ പിന്നെ സാധനം വാങ്ങൽ തുടങ്ങി, അരിയായിട്ടും അങ്ങനെ പലതും വാങ്ങാനുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പെരിന്തൽമണ്ണയ്ക്ക് വന്നുകൊണ്ട് പിന്നെ സാധനങ്ങൾ വാങ്ങാമെന്ന് കരുതിയിട്ടോ ജാം ജുമ് കയറിയത്. ജാം ജുമുക്ക് പോകണുണ്ട് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നതും. ഇമ്മ പറഞ്ഞു നമുക്ക് സമയം ഉണ്ടെങ്കിൽ ജാം ജുമ് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ഇപ്പിയാണ് കൂടുതലും ജാം ജും പോകൽ. മറ്റേത് ഞങ്ങൾ പെരിന്തൽമണ്ണ ആകുമ്പോൾ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും പാടെ ഇട്ടോ ജാം ജുമുക്ക് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ്. ജാം ജും പറഞ്ഞാൽ നമുക്ക് പലതും എടുക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയി എടുക്കുന്നത് ഞങ്ങൾക്ക് പെരുന്നാൾക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് പോയി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു താഴത്തു നിന്നുള്ളത്. അതെന്താ വെച്ചാൽ ഐലൈനറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ താഴത്തെ സെക്ഷനിലാണ്. അപ്പോൾ മോന് പറഞ്ഞു നമുക്ക് മേലെ പോയിട്ട് ടോയ്സൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം താഴത്ത് പോയിട്ട് അത് വാങ്ങാമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ താഴത്തേക്ക് എത്തുമ്പോഴേക്ക് ഇമ്മ ബില്ലിങ്ങിന് പോയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ താഴത്തേക്ക് എത്തിയപ്പോഴേക്കും ഉമ്മ ബില്ലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കുട്ടികൾ മെയിലാഞ്ചിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് 50 രൂപക്ക്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ എക്സ്ക്യുലേറ്ററിലൊന്ന് വെറുതെ കയറിയിട്ട്, ഇവിടുത്തെ എക്സ്ക്യുലേറ്റർ കേടായിരുന്നു കേട്ടോ ജാം ജുമത്തെ. അപ്പോൾ ഞങ്ങൾ വെറുതെ അതിലൊന്ന് കയറി. ഞാൻ കാര്യമായിട്ട് വന്നത് എനിക്ക് ഐലൈനറും കാര്യങ്ങളും വാങ്ങാനാണെങ്കിലും അതൊന്നും എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഇനി പിന്നെ ഒരു ദിവസം ഇവിടെ ഏതെങ്കിലും ഫാൻസിക്ക് പോകാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.